Hello, how are you? So, hope you all are fine. In the last class, we were discussing the new chapter, that is work and different type of work, positive work, negative work, and zero work. And then we discussed about what is the equation of work. So, now we are going to discuss work done by a variable force. ഒരു വേരിയബിൾ ഫോഴ്സ് മൂലം. Now this is a variable force. This is force in x-axis. It is that is displacement in x-axis. Okay, x, and the force is along the y-axis. Okay, and when a variable force means changing force is applied. You have to calculate the work done. നമുക്ക് work done കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് നോക്കി. This is the initial position. Okay, so initial displacement we can take as xi. Now, what is the final displacement? Final displacement we can take as xf. So, ഇതിനുണ്ടാകുന്ന വർക്കാണ് കണ്ടുപിടിക്കുന്നത്. Okay, so we need to calculate the work done by this variable force. അപ്പോൾ നമ്മൾ എന്താ അതിന്റെ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും എടുത്തു. Okay, now we can divide this displacement. ഈ അടക്കമുള്ള ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുക? ഈക്വൽ സ്ട്രിപ്പ് ആയിട്ട് കട്ട് ചെയ്യുക, ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെറിയൊരു പോർഷൻ എടുക്കുക. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് സപ്പോസ് ഡെൽറ്റ എക്സ്. ഓക്കെ, ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡെൽറ്റ എക്സ് എന്ന് എഴുതുക. ഓക്കെ, ഡെൽറ്റ എക്സ്. നൗ വാട്ട് ഈസ് ദ സ്മോൾ വർക്ക് ഡൺ? ഈ ഒരു ചെറിയ പോർഷന്റെ മാത്രം, ഈ ഒരു പോർഷന്റെ മാത്രം വർക്ക് ഡൺ എന്ന് വരും. വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ? ദാറ്റ് ഈസ് വർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു ഡി ഡബ്ല്യു എന്ന്. സ്മോൾ വർക്ക് ഡൺ. ഓക്കെ, സ്മോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്താണ്? ദാറ്റ് ഈസ് force into displacement, that is എന്താണ്? fx into dx. This is the work done for a small displacement dx. അല്ലെ? So നമുക്ക് ഇതിന്റെ ഏരിയ സപ്പോസ് PQRS അല്ലെ? PQRS. What is the area of the strip? That is എന്തോ length into breadth. എന്ത് തന്നെയാ ഈ പറഞ്ഞ പോലെ എന്താ? PR into RS. അപ്പൊ ഈ ഏരിയ എന്ത് തന്നെയാ? പി ആർ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് എക്സ്. വാട്ട് ഈസ് ആർ എസ്? ഡി എക്സ്. അപ്പോ ഇതിന്റെ ഏരിയ തന്നെയാണ് എന്ത്? ഈ വർക്ക് ഡൺ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദാറ്റ് പോർഷൻ. ഓക്കെ, ഏരിയ ഓഫ് ദ പോർഷൻ. അപ്പൊ ഇത്രയൊരു സംഭവത്തിന്റെ ഏരിയ നമുക്കറിയാം. അപ്പൊ അതിന്റെ ഏരിയ എല്ലായിടത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കുമല്ലോ. ഈ പോർഷന്റെ ഏരിയ തന്നെയായിരിക്കും ഈ പോർഷന്റെ ഏരിയ, ഈ പോർഷന്റെ ഏരിയ, ഈ പോർഷന്റെ ഏരിയ. അപ്പൊ നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്താണ്? ഒരു ചെറിയ പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, ആ ഏരിയ തന്നെ ആയിരിക്കും അവിടുത്തെ വർക്ക് ഡൺ. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ ഇനിഷ്യൽ തൊട്ട് എന്താ ഫൈനൽ വരെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സം ചെയ്തെടുക്കണം, ആഡ് ചെയ്തെടുക്കണം. മനസ്സിലായോ? പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ ഒരു പോർഷന്റെ ഏരിയ അറിയാം. ആ ഏരിയ തന്നെയായിരിക്കും ഈ പോർഷന്റെ ഏരിയ. അപ്പൊ അത് തന്നെയായിരിക്കും ഇതിന്റെ ഏരിയ, അത് തന്നെയായിരിക്കും ഇതിന്റെ ഏരിയ. അപ്പൊ ടോട്ടൽ എന്താണ്? വാട്ട് ഈസ് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു ചെറിയ പോർഷന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ടോട്ടൽ പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെന്താ? ആഡ് ചെയ്ത് എടുക്കുക. ഓക്കെ, അതിന് നമ്മൾ പറയുന്നത് എന്താണ്? സം ചെയ്തെടുക്കും അല്ലെ? സം എവിടെ നിന്ന് പോലെ? എക്സ് ഐ ടു എക്സ് എഫ് അല്ലെ? ഇനിഷ്യൽ തൊട്ട് ഫൈനൽ വരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഭവത്തിന് എന്ത് ചെയ്യണം? നമ്മൾ ഈ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്തെടുത്താൽ മതി. ഈ ചെറിയ പോർഷൻ ആഡ് ചെയ്താൽ മതി. എവിടെ മുതൽ ഇടം വരെയാ? ഫോഴ്സ് ഈ പറഞ്ഞ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എവിടെ മുതൽ ആഡ് ചെയ്യണം? ഈ പറഞ്ഞ എക്സ് തൊട്ട് എക്സ് എഫ് വരെ. നമ്മൾ ഈ സമ്മിന് പറയുന്ന വേറൊരു ടേം ആണ്. എന്താ? ദാറ്റ് ഈസ് നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? നമ്മള് വി ആർ ടേക്കിംഗ് ദിസ് സം ആസ് ഇന്റഗ്രൽ. ഇന്റഗ്രേഷൻ മീൻസ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്തെടുക്കണം. ആഡിങ് ഇതിന്റെ സെയിം സിമ്പിൾ ആണ്. കണ്ടോ? എവിടെ മുതൽ ഇവിടം വരെ? എക്സ് ഐ മുതൽ എക്സ് എഫ് വരെ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്തെടുക്കാം. എന്തിന്? ദിസ് പോർഷൻ. അത് മീൻസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ദിസ് ഈസ് ദ ടോട്ടൽ വർക്ക്. അപ്പൊ നമ്മള് ഒരു വലിയ ഏരിയയുടെ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? വി ഫൈൻഡ് ദ വർക്ക് ഓഫ് എ സ്മോൾ ഏരിയ. നമ്മൾ എവിടെ മുതൽ വരെ നമ്മൾ എല്ലാത്തിനും ഈക്വൽ അല്ലേ? എല്ലാത്തിന്റെ വർക്ക് എന്താണ്? ഈക്വൽ ആണ്. എല്ലാ സ്ക്രിപ്റ്റിന്റെ എന്താ? സെയിം വർക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ മൊത്തത്തിലെ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഇനിഷ്യൽ തൊട്ട് ഫൈനൽ വരെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ സെയിം സാധനം നമ്മൾ എന്ത് ചെയ്താൽ മതി? കൂട്ടി എടുത്താൽ പോരെ? കൂട്ടി എടുക്കുന്ന സിമ്പിൾ എന്താ? എവിടെ മുതൽ വരെ? ഇനിഷ്യൽ തൊട്ട് എക്സ് ഐ തൊട്ട് എക്സ് എഫ് വരെ. മനസ്സിലായോ? ദിസ് ഈസ് എ വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. അപ്പൊ നമ്മൾ നേരത്തെ വിളിച്ചില്ലേ? വാട്ട് ഈസ് എ വർക്ക് ഡൺ? ദാറ്റ് ഈസ് എ ഏരിയ. അപ്പൊ നമ്മൾ എവിടെ മുതൽ ഇവിടം വരെയുള്ള ഏരിയ കൂട്ടിയെടുക്കണം. എല്ലാം ഈക്വൽ ഏരിയ, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കണം. അപ്പൊ ഒരെണ്ണത്തിന്റെ ഏരിയ തന്നെയായിരിക്കും അടുത്തതിന്റെ ഏരിയ. അപ്പൊ എല്ലാ ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ എവിടെ ടോട്ടൽ വർക്ക് ഡൺ വിളിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഏരിയകൾ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടി എടുക്കണം. ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. മനസ്സിലായോ? ദാറ്റ് ഈസ് ഇടം വരെ എക്സ് ഐ ടു എക്സ് എഫ് സം ചെയ്യുന്നതിനുള്ള സിമ്പിൾ ആണ് ഇന്റഗ്രൽ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ ബൈ എ എന്താണ്?
work done by a variable force. മനസ്സിലായോ? Work done by a variable force. Okay. So next topic is energy. So what is energy? Energy is the ability or capacity to do the work. അതായത് നമുക്ക് എന്താ വർക്ക് ചെയ്യാൻ വേണ്ട കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റിക്ക് വേണ്ട പേരാണ് എനർജി. കപ്പാസിറ്റി ഓർ എബിലിറ്റി ടു ഡു ദ വർക്ക് അല്ലെ, അതായത് വർക്ക് ചെയ്യാൻ വേണ്ട കപ്പാസിറ്റി, നമ്മുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ എന്താണ് എബിലിറ്റിക്ക് വേണ്ട പേരാണ് എനർജി. അതായത് നമുക്ക് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി? നമ്മുടെ വർക്കിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ജൂൾ ആയിരുന്നു. സിമിലർലി യൂണിറ്റ് ഓഫ് എനർജി എന്ത് തന്നെ? ജൂൾ ആണ്. ഓക്കെ, മെയിൻലി വി ആർ ഡിസ്കസിംഗ് ടു ടൈപ്പ് ഓഫ് എനർജി. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ഈസ് ദ ഫസ്റ്റ് എനർജി വി ആർ ഡിസ്കസിംഗ് ഹിയർ, ആൻഡ് next energy is potential energy. Okay, that we will discuss later. Okay, first we are going to discuss what is kinetic energy. What is kinetic energy? Kinetic energy endana? This is the energy endana? Energy of an object due to its motion. Or object endana? Motion moolam undaguna, means chalikkunna vastukkalukku undaguna energy aanu endana? Kinetic energy. Okay, so it's energy possessed by a body due to its by the virtue of its motion. Or object inde motion moolam undaguna energy aanu. Okay, that is known as kinetic energy. So kinetic energy is the energy possessed by a body by the virtue of its motion. Okay, so kinetic energy expression nammal ipo derivation padikkum. Adinu njan parnekam what is the equation, that is half mv square. So expression for kinetic energy endana? Half mv square, where is mass, where m is the mass and v is the velocity of the body. So what is kinetic energy? Kinetic energy is equal to half mv square, and unit of this kinetic energy endana is same, that is joule. Okay, unit എന്ത് തന്നെയാണ്? ജൂൾ ആണ്. So what is kinetic energy? Kinetic energy means example എന്താ? Motion of a car, motion of a anything, motion of a vehicle, means car. Okay, motion of moving water. Okay, എല്ലാം എന്താ? മൂവ് ചെയ്യുന്ന എല്ലാം എന്ത് തന്നെയാണ്? kinetic energy ഉണ്ട്. So this is kinetic energy. Okay, നമുക്ക് അടുത്ത് നോക്കേണ്ട എക്സ്പ്രഷൻ ആണ്. So next we are going to discuss what is an expression for kinetic energy. Okay, so suppose we have an object, its initially rest, means its velocity, initial velocity is 0. When we are applying a force, it's move a displacement s and it's moving. So and the s displacement move cheyidu, its velocity change into v. Okay, മനസ്സിലായോ? ചില കേസിൽ ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ v0 എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. v0 നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി എടുക്കാറുണ്ട്. സോ അത് മൂവ് ചെയ്തു. സോ നമുക്കറിയാം അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് മോഷൻ വാട്ട് ഇസ് ദാറ്റ്? v square is equal to u square plus 2as എന്ന ഇക്വേഷൻ അറിയാലോ. നമ്മൾ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുവാണ് അല്ലെ. അപ്പൊ എന്താണ്? അതിന് വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്, ബട്ട് ഇനിഷ്യൽ വെലോസിറ്റി is 0, and we know what is that 2as അല്ലെ. ദാറ്റ് ഈസ് എന്ത് വരും? നമുക്ക് പ്ലസ് 2as ആണ്. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടുന്ന് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര വർക്ക് ചെയ്യുന്ന, ഇവിടുത്തെ നമുക്ക് വർക്ക് കണ്ടുപിടിക്കണം. സോ വാട്ട് ഈസ് വർക്ക്? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ വർക്ക്? ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് രണ്ട് കാര്യം. വി നീഡ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. യു നോ വാട്ട് ഈസ് ഫോഴ്സ്? F is equal to ma. അറിയാലോ, ma ഫസ്റ്റ് ഇക്വേഷൻ. ആൻഡ് വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? അത് ഇവിടുന്ന് കണ്ടുപിടിക്കാം. എന്ത് വരും? v square is equal to 2a. സോ വാട്ട് ഈസ് s? s is equal to എന്ത് വരും? v square by 2a അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ ദിസ് v square by 2a എന്നുള്ള ഇക്വേഷൻ എന്താണ്? ഈ 1 and 2 എന്ത് ചെയ്യുക? ഇവിടെ കൊടുക്കുക. അപ്പൊ എന്ത് വരും? വി ഗെറ്റ് എന്താണ്? f എന്താ? ma അല്ലെ. ദാറ്റ് ഈസ് വാട്ട് ഈസ് വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഫോഴ്സ്? ma. then what is s? v square by 2a. ഓക്കെ, സോ ഈ ഒബ്ജക്റ്റ് നമ്മൾ എന്താ ഒരു ഫോഴ്സ് കൊടുക്കുവാണ്, അപ്പൊ ഡിസ്പ്ലേസ് ചെയ്ത്. അപ്പൊ നമ്മൾ വർക്ക് കണ്ടുപിടിക്കുക. വാട്ട് ഇസ് ദ വർക്ക് ഡൺ? ഇവിടെ എന്തായിരിക്കും? വാട്ട് ഇസ് ദ വർക്ക് ഡൺ? ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ വാട്ട് ഈസ് ദ ഫോഴ്സ്? ma. വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? വി ഗെറ്റ് v square by 2a. ഒബ്ജക്റ്റ് നമ്മൾ ഇനിഷ്യൽ റെസ്റ്റ് ആണ്, നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് മൂവ് ചെയ്തു, അതായത് വെലോസിറ്റി മാറി, ആൻഡ് മീൻസ് ഇറ്റ് മൂവ് സം ഡിസ്പ്ലേസ്മെന്റ്. സോ വാട്ട് ഇസ് ദ വർക്ക് ഡൺ? ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെന്റ്. സോ f എന്താ? ma. ദാറ്റ് ഈസ് v square by 2 എന്ന് കിട്ടുന്നത്. when you cut this, what do you get? mv square by 2 അല്ലെ. സോ വർക്ക് എന്ത് കിട്ടി? mv square by 2. യു നോ വർക്ക് ഈസ് ഈക്വൽ ടു എനർജി. അപ്പൊ നമുക്ക് എന്ത് പറയാം? കൈനറ്റിക് എനർജി എത്രയാണ് ഇവിടെ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv square. So this is the expression for kinetic energy, half mv square. Okay, half mv square. So kinetic energy of a body depending on mass and velocity. Okay, so next topic is work energy theorem for a constant force. Okay, for a constant force. Suppose a
കോൺസ്റ്റന്റ് ഫോഴ്സ് F ഈസ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജെക്ട്. ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് എന്താണ്? F എന്ന ഫോഴ്സ് എന്താ ഒബ്ജക്റ്റിലേക്ക് ആക്ട് ചെയ്യുവാണ്. ആൻഡ് സോ അപ്പൊ എന്താണ് ഈ ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ് ഇരിക്കുന്ന ഒബ്ജക്റ്റിലേക്കാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ എന്താ അതിന്റെ വെലോസിറ്റി എന്തായിട്ട് മാറി? നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ് ടു v and it moves some displacement s അല്ലെ. സോ നമുക്കറിയാം അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ എന്താണ്? നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താ? v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as എന്ന ഇക്വേഷൻ നമുക്കറിയാം. നേരത്തെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഇതാണ് നമ്മുടെ ഇക്വേഷൻ, അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് മോഷൻ. ഇപ്പൊ ലീനിയർ മോഷൻ ആണ്, നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കാം. സോ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഡിവൈഡിങ് ഹാഫ് m ഓൺ ഈച്ച് സൈഡ് ഓഫ് ദി ഇക്വേഷൻ. എല്ലായിടത്തും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ. നമ്മൾ എന്താണ് ഈ ഹാഫ് 2m എന്ന എല്ലായിടത്തും എന്ത് ചെയ്യുക? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ? ഹാഫ് m v സ്ക്വയർ മൈനസ് ഹാഫ് m u സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് m into a into s. What is half m v square? v square, this half m v square means kinetic energy. So kinetic energy അല്ലേ? അത് നമുക്ക് എന്താ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയാം. ബിക്കോസ് ഹാഫ് m u square means this is initial velocity, this is final velocity. അപ്പൊ ഇതെന്താ? ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഇതെന്താ? ഫൈനൽ കൈനറ്റിക് എനർജി. സോ നമുക്ക് എന്ത് വിളിക്കാം? ഇനിഷ്യൽ കൈനറ്റിക് എനർജി ki. Then ഈ 2 and 2 will this 2 and ഇവിടെ 2 ഉണ്ടായിരുന്നല്ലോ ഓൾറെഡി. 2as അല്ലായിരുന്നോ? ഓക്കെ, ആ 2 ഉണ്ട് ഇവിടെ. ഓക്കെ, 2as ന്റെ ഈ 2 നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. സോ വാട്ട് ഈസ് ma? ma എന്ന് പറഞ്ഞാൽ f അല്ലേ? f into s എന്താ? ദാറ്റ് ഈസ് വർക്ക്. സോ നമുക്ക് എന്ത് കിട്ടി? വർക്ക് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? കൈനറ്റിക് എനർജി കൊണ്ടാണ് ചേഞ്ച് അല്ലെ? ദിസ് ഈസ് ഫൈനൽ കൈനറ്റിക് എനർജി, ദിസ് ഈസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. സോ ചേഞ്ചിങ് കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജി കൊണ്ടാണ് ചേഞ്ച്. ഇപ്പൊ നോക്കി, ചേഞ്ചിങ് കൈനറ്റിക് എനർജി ചേഞ്ചിങ് ഒബ്ജക്റ്റിന്റെ ചേഞ്ചിങ് കൈനറ്റിക് എനർജി എന്തിന് ഈക്വൽ ആണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. സോ ദിസ് ഈസ് വർക്ക് എനർജി തിയറം അല്ല. നമുക്ക് ഒബ്ജക്റ്റിന് ഇനിഷ്യൽ കൊണ്ട് ഇറ്റ് ഹാസ് സം കൈനറ്റിക് എനർജി. വെൻ ഇറ്റ് മൂവ് എന്താണ്? കൈനറ്റിക് എനർജി ചേഞ്ച്. സോ വാട്ട് ഹാപ്പൻ? നമ്മളോട് വർക്ക് ചെയ്തു. സോ എപ്പോഴാണോ കൈനറ്റിക് എനർജി ചേഞ്ച് ഉണ്ടാകുന്ന നമുക്ക് എന്ത് പറയാം? നമുക്ക് അവിടെ ഒരു വർക്ക് ഡൺ എന്ന് പറയാം. So that is work energy theorem states that what is that? Changing kinetic energy is equal to work done. ഒരു ഒബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജിക്ക് എന്താണ്? മാറ്റം ഉണ്ടായാൽ ഒരു ഫോഴ്സ് കൊടുത്തപ്പോ എന്താ? ഫോഴ്സ് കൊടുത്തപ്പോ അതിന്റെ കൈനറ്റിക് എനർജിക്ക് മാറ്റം ഉണ്ടായ അർത്ഥം എന്താണ്? അവിടെ എന്താ? ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, അതായത് വർക്ക് ചെയ്യുമെന്ന് പറയാം. ഫോഴ്സ് കൊടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് അർത്ഥമില്ല. കൈനറ്റിക് എനർജി ഇനിഷ്യലി നിന്ന് ഫൈനലിലേക്ക് എന്താ? ചേഞ്ച് ആയി, കൈനറ്റിക് എനർജി മാറി. കൈനറ്റിക് എനർജി മാറി നമുക്ക് എന്ത് പറയാം? അവിടെ വർക്ക് ഡൺ ചെയ്യുമെന്ന് പറയാം. അപ്പൊ ഒബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജി, ചേഞ്ചിങ് കൈനറ്റിക് എനർജി എന്തിന് ഈക്വൽ ആണ്? വർക്ക് ഡണ്ണിന് ഈക്വൽ ആണ്. മനസ്സിലായോ? ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി തിയറം ഫോർ എ കോൺസ്റ്റന്റ് ഫോഴ്സ്. ഓക്കെ, സോ നൗ നെക്സ്റ്റ് ഈസ് വർക്ക് എനർജി തിയറം ഫോർ എ വേരിയബിൾ ഫോഴ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വേരിയബിൾ ഫോഴ്സ് ആണ്. കൊടുക്കുന്ന ഫോഴ്സ് എന്താണ്? ഒരുപോലെ അല്ല, ഇറ്റ്സ് ചേഞ്ചിങ്. Suppose we have an object of mass m and a variable force is acting on an object, so it displays. അത് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. സോ എത്ര ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഫോഴ്സ് തന്നെയാണ് വേരി ചെയ്തിരിക്കുക. ഫോഴ്സ് വേരി ചെയ്യുക. സപ്പോസ് നമ്മൾ പറയുകയാണ് ഇറ്റ് മൂവ് സം ഡിസ്പ്ലേസ്മെന്റ് dx. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് ചെറിയൊരു പോർഷൻ എടുക്കുക dx. എത്ര ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ നമുക്ക് ചെറിയൊരു പോർഷന്റെ എന്താ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുക dx. അപ്പൊ നമുക്ക് ആ ചെറിയ പോർഷന് നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? സെയിം ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മാസുള്ള ഒബ്ജക്റ്റിലേക്ക് എന്താ? ഒരു ഫോഴ്സ് കൊടുക്കുവാണ്. സോ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്തായാലും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ദിസ് ആ എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? എന്താ? മൊത്തത്തിലുള്ള വർക്ക് അല്ല കണ്ടുപിടിക്കുന്നത്, സ്മോൾ ഡിസ്പ്ലേ. സപ്പോസ് ഇവിടെ നിന്ന് ഇവിടം വരെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്, നമുക്ക് അറിഞ്ഞുകൂടാ. ഫോഴ്സ് വേരി ചെയ്തിരിക്കുക. സോ ഡിസ്പ്ലേസ്മെന്റ് എത്ര ഉണ്ടായിക്കോട്ടെ, നമുക്ക് എന്താ? ചെറിയൊരു പോർഷന്റെ വർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ചെറിയൊരു പോർഷന്റെ വർക്ക് കണ്ടുപിടിച്ച് നമ്മൾ എന്താ? ഇനിഷ്യൽ തൊട്ട് ഫൈനൽ വരെ നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് ഈസ് ഇനിഷ്യൽ ആൻഡ് വാട്ട് ഈസ് ഫൈനൽ, അവിടെ വരെ നമ്മൾ എന്ത് ചെയ്യണം? ആ ടൈം, ആ ഒരു ലിമിറ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ ലിമിറ്റ് എടുത്ത് നമ്മൾ എന്തായാലും കൂട്ടിക്കൂട്ടും. കാരണം നമ്മൾ എന്തായാലും നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് എന്തായിരിക്കും? അത് എടുക്കുന്ന നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന അർത്ഥം എന്താ? ഈ ചെറിയൊരു പോർഷനിൽ ഉണ്ടാകുന്ന വർക്ക് എന്താ? അത് തന്നെയായിരിക്കും എന്താണ് അടുത്ത പോർഷൻ ഉണ്ടാകുന്ന വർക്ക്. അപ്പൊ നമ്മൾ തുടക്കം മുതൽ അവസാനം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കൂട്ടി എടുക്കണം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, പക്ഷെ എത്ര ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റിൽ വർക്ക് കണ്ടുപിടിക്കാൻ പോവാ. നോക്കി, ഇവിടെ ഉണ്ടാകുന്ന ചെറിയ വർക്കാണ്, നമുക്കൊന്ന് മൊത്തത്തിലെ വർക്ക് അല്ല, സ്മോൾ വർക്ക്. സോ ദാറ്റ് ഈസ് ബി റെപ്രസെന്റ് ബൈ dw. സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ dx അല്ലെ? സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് dx. സോ വാട്ട് ഈസ് എ സ്മോൾ വർക്ക്? ദാറ്റ് ഈസ് f dot dx അല്ലെ? അല്ല നമുക്ക് എന്താ പറയാ? ഇത് രണ്ടും സെയിം ഡയറക്ഷനിലാണല്ലോ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനിലാണ്. സോ വാട്ട് ഈസ് ദാറ്റ്? f ds cos theta. f ds cos theta. What is theta? Theta എന്താണ്? Theta is equal to 0. So cos theta is equal to 0 അല്ലേ? So cos 0 എന്ന് വരും 1. So that is that f ds. Okay, small work. Then according to
സെക്കൻഡ് ലോ ഓഫ് മോഷൻ വാട്ട് ഈസ് ഫോഴ്സ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ്? F is equal to ma. നമുക്കറിയാലോ ma. So what is a? You know what is a? Rate of change of velocity. പഠിച്ചിട്ടില്ലേ? dv by dt. അതുപോലെ സെയിം വാട്ട് ഈസ് v? v is equal to ds by dt. പഠിച്ചിട്ടില്ലേ? Rate of change of velocity is acceleration. Rate of change of displacement is velocity. അപ്പൊ ആ കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. So what is that? What is a? ma is equal to എന്താ? dv by dt. നമുക്ക് ഈ വാല്യൂ എടുത്ത് എന്ത് ചെയ്യാം? നമുക്ക് നേരെ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. Now we are substituting 2 in 1. So what is that? f ന് നമുക്ക് എന്ത് എഴുതാം? m dv by dt into dx. ഓക്കെ, ഇനി ഞാൻ നോക്കി ചെറിയൊരു മാറ്റം വരുത്തുവാണ്. m എഴുതി, ഈ dv എടുത്ത് മാറി dx ഇങ്ങോട്ട് എടുക്കാമല്ലോ. ദാറ്റ് ഈസ് dx by dt into dv എന്ന് എഴുതാമല്ലോ. നോ പ്രോബ്ലം അല്ലെ? വാട്ട് ഈസ് dx by dt? ദാറ്റ് ഈസ് ദിസ് അല്ലെ? dx by dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ത് വരും? വെലോസിറ്റി. സോ വാട്ട് യു ഗെറ്റ്? mv dv. ഓക്കെ, mv dv. മനസ്സിലായോ? ചെയ്താൽ മനസ്സിലായോ? ഇവിടെ ആക്സലറേഷൻ എന്താണ്? dv by dt. നൗ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് എഴുതും? നേരെ ഇങ്ങോട്ട് കൊടുക്കും, എഫിലേക്ക് കൊടുക്കും അല്ലെ? അപ്പൊ എന്ത് വരും? m dv by dt into dx. എന്താ? dv നെ എന്താ ഒന്നെടുത്ത് മാറ്റിയിട്ട് എന്താ dx എടുത്ത് ഇങ്ങോട്ട് വെച്ചു. സെയിം ആണല്ലോ, മൾട്ടിപ്ലൈ ആയല്ലോ, അങ്ങനെ ചേഞ്ച് ചെയ്യാം. അപ്പൊ എന്ത് വരും? dx by dt എന്താ? v കൊടുത്തു into dv. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? എന്താണ്? ദിസ് ഈസ് ദ സ്മോൾ വർക്ക് ഡൺ, ചെറിയ വർക്ക് ഡൺ. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ഓക്കെ, ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മള് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? ഫോഴ്സ് വേരി ചെയ്യുന്നത്, ഫോഴ്സ് സെയിം അല്ല, ഇറ്റ്സ് വേരി. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞത്? അപ്പൊ നമ്മൾ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി നമുക്കറിയാം. എവിടെ മുതൽ എവിടെ വരെ ഫോഴ്സ് വേരി ചെയ്യുന്നത്? ഇനിഷ്യൽ അതിന്റെ ഒരു ഇനിഷ്യൽ അതിന് വെലോസിറ്റി ഉണ്ടാവും, ഫൈനൽ വെലോസിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്മോൾ വർക്ക് ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റിൽ വർക്ക് കണ്ടുപിടിക്കുക. അപ്പൊ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിൽ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് അറിയാൻ പറ്റില്ല, ബിക്കോസ് ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താണ്? ആ ഡിസ്പ്ലേസ്മെന്റ് വേരി ചെയ്യുക. അപ്പൊ നമ്മൾ എന്താ? നമ്മൾ ആദ്യം ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് വർക്ക് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് എന്താണ്? mv dv അല്ലെ? mv dv. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കൂട്ടി എടുക്കണം. ചെറിയൊരു പോർഷൻ അറിയാമെങ്കിൽ നമുക്ക് എവിടെ മുതൽ കൂട്ടിയെടുക്കണം? ഈ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് എടുക്കണം. ഇതറിയാം, അത് തന്നെ ഇരിക്കും, ഇത് അത് തന്നെ ഇരിക്കും, അത് തന്നെ. അപ്പൊ എല്ലാം സെയിം ആയിരിക്കുമല്ലോ, നേരത്തെ ഇല്ലേ? അപ്പൊ നമ്മൾ തുടക്കം എല്ലാം ഈക്വൽ ആണോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ എന്താ മൊത്തത്തിൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ആ ബൗണ്ടറി മുതൽ അടുത്ത ബൗണ്ടറി വരെ നമ്മൾ എന്ത് ചെയ്യുക? ഈ സെയിം സംഭവം തന്നെ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടും. മനസ്സിലായി? അപ്പൊ ടോട്ടൽ വർക്ക് എന്ന് നമുക്ക് എന്താണ്? ദാറ്റ് ഈസ് എന്നാണ്? ടോട്ടൽ വർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ വർക്ക് മീൻസ് ക്യാപിറ്റൽ W. എന്ത് ചെയ്യണം? നമ്മുടെ ഈ സ്മോൾ വർക്കിനെ എന്താ ഇനിഷ്യൽ തൊട്ട് ഫൈനൽ വെലോസിറ്റി വരെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റഗ്രേഷനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാം, റൂൾസ് പറയാനുണ്ട്. എന്താണ് ഇന്റഗ്രേഷൻ എന്നൊക്കെ അറിയാലോ? കൂട്ടി എടുക്കുന്ന ഇന്റഗ്രേഷൻ. ഓക്കെ, നമ്മൾ ഇടം പോലെ ഇനിഷ്യൽ തൊട്ട് ഫൈനൽ വരെ നമ്മൾ കൂട്ടാൻ പോവാം. ഓക്കെ, ഓക്കെ, ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കണം. ഇവിടെ മാസ് എന്താ? ഒബ്ജക്റ്റിന്റെ മാസ് ഒരിക്കലും മാറത്തില്ല, അത് ഈക്വൽ ആയിരിക്കും. സോ അത് മീൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ m പുറത്തേക്ക് കിട്ടും. പിന്നെ അകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? v into dv. എന്താണ്? നമുക്കൊരു സംഭവം, കുറച്ച് ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഇന്റഗ്രൽ x dx. കണ്ടോ? നമ്മളൊരു ഓപ്പറേറ്ററാണ്, ഇത് x നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകും. അടുത്ത ഓപ്പറേറ്ററാണ് dx. ഇന്റഗ്രേറ്റ് ചെയ്യുക, കൂട്ടാൻ പോകും. മീൻസ് അതിനൊരു പ്രത്യേക ഒരു മാത്തമാറ്റിക്കൽ ഇതാണ്. അപ്പൊ ഇന്റഗ്രൽ x dx അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണെന്ന് നോക്കി? x raised to n+1 by n+1. അല്ലെങ്കിൽ ഇന്റഗ്രൽ y ഉണ്ടെങ്കിൽ എന്താ? dy. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന്. അപ്പൊ ഇന്റഗ്രൽ z ഉണ്ടെങ്കിൽ എന്താ? dz. അങ്ങനെ ഒരു ഓപ്പറേറ്റർ ഉണ്ടാവണം കൂടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. അതുപോലെയാണ് ഈ dv. v നമ്മൾ എന്താ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കൂടെ ഉണ്ടാകുന്ന ഓപ്പറേറ്റർ ആണ് dv. എന്നാലും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്റഗ്രൽ x എന്ന് പറഞ്ഞാൽ x raised to n+1 by x raised to 1. അതുപോലെ x raised to 3 പറഞ്ഞ ഇന്റഗ്രൽ x raised to 3 ആണെങ്കിൽ dx എന്ത് വരും? x raised to n+1, അതായത് 3 ഇക്വേഷൻ x raised to n+1 by n+1. അപ്പൊ എന്ത് വരും? x raised to n എത്രയാ? 3+1 എന്താ? സോ ഓക്കെ, ഞാൻ പറഞ്ഞു നോക്കി. ഇപ്പൊ വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ x raised to n+1? that is ഇന്റഗ്രൽ x raised to x ക്യൂബ് എന്താ പറഞ്ഞത്? x raised to n+1 by n+1, അതായത് x raised to n+1 എത്ര? 4/4. സിമിലർലി വാട്ട് ഈസ് ഹിയർ? എന്ത് വരും നമുക്ക്? m into എന്ത് വരും? വാട്ട് ഈസ് v dv? അർത്ഥം എന്നാ?
വി റൈസ് ടു 1 dv എന്ന അല്ലെ. വാട്ട് ഈസ് വി റൈസ് ടു 1 dv? ഇതുപോലെ തന്നെ പറഞ്ഞേ വി റൈസ് ടു n plus 1, അതായത് 1 plus 1 എന്താ 2 by 1 plus 1, n plus 1, that is 2. മനസ്സിലായോ? എന്താ പറയുന്നത്? വി റൈസ് ടു n plus 1 by n plus 1. ഇവിടെ n എത്രയാ? n 1 ആണ്. ഇപ്പൊ എന്ത് വരും? 2 by 2. വി റൈസ് ടു 2 by 2. ഓക്കെ, നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് ഈ 2 എന്താ കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് ഇടാം. ഓക്കെ, അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്തു അല്ലെ. ഇന്റഗ്രേറ്റ് ചെയ്തതിന്റെ വാല്യൂ ആണ് കാണുന്നത്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോണത് എന്താ നോക്കി, ഇതിന്റെ വാല്യൂ എന്താ എഴുതി, അതാണ് വി റൈസ് ടു 2 by 2 എന്ന് എഴുതി. ഇനി നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ ലിമിറ്റ് കൊടുക്കും. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുക, u to v കണ്ടോ, നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യും. അതായത് നമ്മൾ ആദ്യം ഈ അപ്പർ വാല്യൂ കൊടുക്കും വിക്ക്, പിന്നെ നമ്മൾ എന്താ ലോവർ വാല്യൂ കൊടുക്കും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് അതിന്റെ എടുത്തെന്ന് മനസ്സിലായോ? ഒബ്ജക്റ്റിന് നമ്മൾ എന്താ ഒരു ഫോഴ്സ് കൊടുത്തപ്പോ മൂവ് സം ഡിസ്പ്ലേസ്മെന്റ്, പിന്നെ നമ്മൾ എന്താ വേരിയബിൾ ഫോഴ്സ് കൊടുത്തപ്പോ എന്താണ്, അതെന്താണ് അതിന്റെ വെലോസിറ്റി എന്താണ് ചേഞ്ച് ചെയ്തു വീണ്ടും. അപ്പൊ നമുക്ക് എന്താ മൊത്തത്തിലുണ്ടാകുന്ന വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം, ടോട്ടൽ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് അറിയാലോ, dx എടുക്കുക. അപ്പൊ എവിടം മുതൽ എവിടം വരെയാണോ വെലോസിറ്റി ചേഞ്ച് ചെയ്ത് അതിനെ നമ്മൾ എന്താ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് വർക്ക് കണ്ടുപിടിക്കുക. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആ തുടക്കത്തിലുള്ള വെലോസിറ്റി മുതൽ അവസാനം വരെ വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ആഡ് ചെയ്തെടുക്കണം, കൂട്ടിയെടുക്കണം. ഓക്കെ, കൂട്ടിയെടുക്കുന്ന അതിനാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കി നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കാൻ പോവുക. ഇന്റഗ്രേഷൻ ആദ്യം അപ്പർ ലിമിറ്റ് v കൊടുക്കുക. അപ്പൊ എന്ത് വരും, v കൊടുത്താൽ എന്ത് വരും, v സ്ക്വയർ അല്ലെ. സപ്പോസ് v അത് മാറ്റാം, നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. v യും കൊടുക്കണം. അതിന്റെ എക്സാമ്പിൾ വരുന്നത് 2ഉം 1ഉം കൊടുക്കുക. എങ്ങനെ ലിമിറ്റ് കൊടുക്കണം കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കണം, അത് 2 കൊടുക്കണം. 2 കൊടുക്കുമ്പോ അർത്ഥം തന്നെ 2 സ്ക്വയർ കണ്ടാ, മൈനസ് പിന്നെ ലോവർ ലിമിറ്റ് 1 സ്ക്വയർ. വിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, 2 കൊടുക്കണം, മൈനസ് പിന്നെ എന്താ 1 കൊടുക്കണം കണ്ടോ. അതുപോലെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ അനുസരിച്ച് എന്തായിരുന്നു, ഇവിടെ വിയും യു ആയിരുന്നു. അപ്പൊ നമ്മൾ അപ്പർ ലിമിറ്റ് എന്താ, വിയുടെ സ്ഥാനത്ത് വി കൊടുത്താൽ എന്ത് തന്നെ വരും, വി സ്ക്വയർ മൈനസ് ഇവിടെ ഹാഫ് ആണേ. വാട്ട് ഈസ് ദിസ്? അടുത്ത് നമുക്ക് എന്താ ലോവർ ലിമിറ്റ് കൊടുക്കണം, വിക്ക് യു കൊടുക്കും, ഇത് കൊടുക്കുമ്പോൾ എന്ത് വരും, വിയുടെ സ്ഥാനത്ത് യു കൊടുത്താൽ യു സ്ക്വയർ അല്ലെ. സോ നമുക്ക് അകത്തേക്ക് മൾട്ടിപ്പിൾ എന്ത് വരും, m/2 v സ്ക്വയർ മൈനസ് m/2 യു സ്ക്വയർ. എന്തുവാ, വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് എന്താ ഫൈനൽ കൈനറ്റിക് എനർജി. നമുക്ക് എന്താ കണ്ടുപിടിച്ചത്, വി ആർ കാൽക്കുലേറ്റിംഗ് ദ വർക്ക് ഡൺ. സോ നമുക്ക് ലാസ്റ്റ് എന്താ കിട്ടുന്ന നോക്കിയേ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്താണ്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്താ, ചേഞ്ചിങ് കൈനറ്റിക് എനർജി അല്ലെ. ദിസ് ഈസ് എന്താണ്, ദിസ് ഈസ് ഫൈനൽ കൈനറ്റിക് എനർജി, ദിസ് ഈസ് എന്താണ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഓക്കെ, മനസ്സിലായോ? ചെറിയ മിസ്സിംഗ് ഉണ്ട്. ദിസ് ഈസ് എന്താണ് ഫൈനൽ കൈനറ്റിക് എനർജി, ദിസ് ഈസ് എന്താണ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. സോ ചേഞ്ചിങ് കൈനറ്റിക് എനർജി എന്തിന് ഈക്വൽ ആണ്, വർക്ക് ഡൺ. അതാണ് വർക്ക് ഡൺ എനർജി തിയറം അല്ലെ. അപ്പൊ എന്താണോ വാട്ട് ഈസ് ചേഞ്ചിങ് കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറയുന്നത് എന്താ, ഒരു ഒബ്ജക്റ്റിന്റെ പുറത്ത് എന്താ ഒരു വേരിയബിൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണ്. സോ അതിന്റെ വെലോസിറ്റി എന്താ ചേഞ്ച് ചെയ്യുവാണ് അല്ലെ. നമുക്ക് അറിഞ്ഞൂടാ എത്ര ഫോഴ്സ് നമുക്ക് എന്താ വേരി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായി എന്താണ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല വർക്ക് ഡൺ. അപ്പൊ നമ്മൾ എന്താ ചെറിയൊരു പോർഷനിലെ വർക്ക് ഡൺ കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യും, എവിടം മുതൽ എവിടം വരെയാണോ വെലോസിറ്റി മാറുന്നത് ആ ലിമിറ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, കൂട്ടി എടുക്കും. കാരണം നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്താണ് ചെറിയൊരു പോർഷനിലെ വർക്ക് കണ്ടുപിടിച്ച് എന്താണ് നമ്മൾ അത് തന്നെ ആയിരിക്കും അടുത്ത പോർഷനിലെ വർക്ക് ഡൺ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ലിമിറ്റ് വരെ നമ്മൾ എന്താണ് ഈ ചെറിയ പോർഷനിലെ വർക്ക് ഡൺ കണ്ടുപിടിച്ചത് എന്താ ഒരു ലിമിറ്റ് വരെ അടുത്ത ലിമിറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടി എടുത്താൽ മതി. മനസ്സിലായോ? ഓക്കെ, സോ ദിസ് ഈസ് ദ വർക്ക് എനർജി തിയറം ഫോർ എ വേരിയബിൾ ഫോഴ്സ്.